വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ രേഷ്മയോട് ഇങ്ങനെ വിഷ്ണു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം തൻ്റെ ഭർത്താവാണ് പ്രശ്നമെന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, ഡിവോഴ്സ് ആയെങ്കിൽ പിന്നെ അയാൾ എന്തിനാ ഇങ്ങനെ പിറകെ നടന്ന് ഉപദ്രവിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ വേറെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുമോ എന്നുള്ളൊക്കെ പേടിയാണ്, അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു അത് കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. ആ സീൻ അത്രേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം രേഷ്മ പോയിരിക്കണം. വിഷ്ണു ആണെങ്കിൽ ആ ജീപ്പ് വിട്ടു തരാനായിട്ട് പിന്നെ SI സോമശേഖരനെ കാണാനായിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം പക്ഷേ ഈ സോമശേഖരൻ അകപ്പാടേക്ക് വിഷ്ണുവിനെ മൊത്തത്തിലൊരു സംശയം. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, വീട്ടിൻ്റെ മുറ്റത്ത് കിടന്ന ജീപ്പ് കള്ളന്മാരെടുത്തുകൊണ്ട് പോയതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, എൻ്റെ ജീപ്പ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു സംസാരിക്കുകയാണ്. പക്ഷേ SIയുടെ മുഖത്ത് നോക്കിയൊന്നുമല്ല വിഷ്ണു സംസാരിക്കുന്നത്. ഒരു പോലീസുകാരന് വിഷ്ണു പറയുന്നത് കള്ളമാണെന്നൊക്കെ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചൊരക്ഷരം മിണ്ടാതെ നിൽക്കുകയാണ്. പക്ഷേ പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിൻ്റെ വീട്ടുമുറ്റത്ത് ജീപ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വിട്ടുകൊടുത്തിരിക്കണം, അങ്ങനെ ആയിരിക്കണം. പക്ഷേ അതിനുശേഷമാണ് വിഷ്ണു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും ആ ഒരു ഡോക്ടറിൽ നിന്ന് ആ കാര്യമൊക്കെ അറിയുന്നതൊക്കെ, ഓപ്പറേഷൻ വേണം എന്നുള്ളതൊക്കെ. അതിന് അനുസരിച്ചാണെങ്കിൽ വിഷ്ണു കമലിനെ രാത്രിയാണെങ്കിൽ ഇങ്ങനെ വിഷ്ണു രാത്രി ഇങ്ങനെ ഉമ്മറത്ത് വരാതെ ഇരിക്കുന്നുണ്ട്. കമലിനും ഉണ്ട്. അന്നേരം കമലിനോട് പറയുന്നുണ്ട്, ശാലിനി ഇതൊന്നും അറിയില്ല, എന്തായാലും ഓപ്പറേഷൻ വേണം എന്നൊക്കെ ഇങ്ങനെ ശാലിനി ഇതെങ്ങനെ സഹിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ശാലിനി എത്തുന്നുണ്ട്. അന്നേരം ശാലിനി ഇത് കേട്ടോണ്ട് വരുന്നോ എന്തോ കമലിനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്. അന്നേരം കമലിൻ്റെ മനസ്സിൽ നിൽക്കാതെ കമൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. വിഷ്ണു അവിടെ അങ്ങോട്ടത്തേക്ക് ഇരിക്കുകയാണ്. വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല, തലവഞ്ചിങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. പിന്നെ കമലം പറയുകയാണ്, ആശാന് പേടിയാണ് ഏട്ടത്തിയമ്മേ, ആശാൻ എന്തോ മാരക രോഗം എന്നൊക്കെയാണ് പറയുന്നത്, മരിച്ചു പോകും എന്നൊക്കെയാണ് എൻ്റെ ആശാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് കമലിന് ആകപ്പാടെ സങ്കടവും ബഹളവും കരച്ചിലും ഒക്കെയാണ്. ശാലിനി ഇതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് റൂമിലാണ്. ശാലിനി പിന്നെ വിഷ്ണു ഇങ്ങനെ കട്ടിലിരിക്കുന്നുണ്ട്. പക്ഷെ ആകപ്പാടെ ടെൻഷനും വെപ്രാളവും ഒക്കെയാണ് വിഷ്ണുവിന്. എന്നിട്ട് ശാലിനി ആണെങ്കിൽ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് വിഷ്ണുവിൻ്റെ തോളിലേക്ക് ഇങ്ങനെ തലവെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആകപ്പാടെ ഒരു വിഷമം. അപ്പോൾ ശാലിനിയോട് ഇനി കാര്യങ്ങൾ പറയുമോ, അതിന് ശാലിനി കേട്ടുകൊണ്ടുവന്നോ എന്താണെന്ന് ഉള്ളതവിടെ കാണിക്കുന്നില്ല. എപ്പിസോഡ് വരുമ്പോഴേ അറിയത്തുള്ളൂ ഇനി ശാലിനി അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഇതിനിടയ്ക്ക് ഇനി രേഷ്മയുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ പുറത്തേക്ക് വരുമോ, അതിന് ഈ നേരത്തെ പറഞ്ഞ ഈ മാണിക്കോത്ത് മഹേന്ദ്രനോ അങ്ങനെ ആരെങ്കിലും ആണോ എന്നൊന്നും അറിയില്ല. ഇനി ആ പ്രശ്നങ്ങളിലേക്കൊക്കെ വിഷ്ണു പോകുമോ എന്നുള്ളതാണ്. അതൊക്കെ എന്തായാലും നമുക്ക് അടുത്തടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. പക്ഷേ വിഷ്ണുവിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഓപ്പറേഷനൊക്കെ ചെയ്ത് അതൊക്കെ ശരിയാവും. ഇതൊക്കെ എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.